ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുമ്പോൾ കുട്ടികളോട് ചെന്നിട്ട് മദ്യം കഴിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത്, നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഇവിടെ ഇത്തരം ആർഗ്യുമെന്റേഷനാണ് കുട്ടികൾ തരിക. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് പോയി ഞാൻ പറയാറുള്ളത് എന്താണെന്നറിയാമോ? നിങ്ങൾ ലഹരി ഉപയോഗിക്കുകയോ ഇല്ലയോ അതല്ല ഇവിടെ ചോദ്യം. 21 വയസ്സിന് മുമ്പ് ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വളർച്ച പൂർത്തിയായിട്ടില്ല. ഈ ഭാഗമാണ് ഡിസിഷൻ മേക്കിങ്ങിനും ജഡ്ജ്മെൻറ്റിനും വിസ്ഡവും തരുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം 21നും 25നും ഇടയ്ക്കാണ് ഡെവലപ്ഡ് ആകുന്നത്, മച്വർ ആകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. ദെയർഫോർ ഹി നീഡ്സ് ആൻ അഡ്വൈസർ. ആ അഡ്വൈസറാണ് പേരൻസും ടീച്ചേഴ്സും. രണ്ടാമത്തത്, നിങ്ങൾ ഈ 21 വയസ്സ് വരെ എങ്കിലും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കൂ. 21 കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കൂ എന്നാണ് ഞാൻ കുട്ടികളോട് പറയാം. ഞാൻ 21 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് കുട്ടികളോട് പറയണം. എൻ്റെ കാരണം എന്താണെന്നറിയാം? ഏർലി യൂസേഴ്സ് ആർ ഇൻ എ വെരി ഡേഞ്ചർ സിറ്റുവേഷൻ. ഇൻ എ ലേറ്റർ പാർട്ട് ഓഫ് ലൈഫ് ദേ മേ ഡെവലപ്പ് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്. പ്ലസ് ദോസ് പീപ്പിൾ ഹു ഹാവ് ജനറ്റിക് വൾണറബിലിറ്റി, പാരമ്പര്യമായ അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛൻ്റെ സൈഡിൽ നിന്നോ മാനസിക രോഗമോ ലഹരി ആസക്തിയോ മറ്റ് പാരമ്പര്യമായി പകരുന്ന രോഗങ്ങളോ ഉള്ളവരാണ് ഈ 21 മുമ്പ് വളരെ ചെറുപ്പത്തിൽ ലഹരി ഉപയോഗിച്ചാൽ. അതിനുശേഷം അങ്ങനെയാണ്. ബിഫോർ 21 ഈസ് എ വൾണറബിൾ ടൈം, കാരണം യുവർ ബ്രെയിൻ ഹാസ് നോട്ട് ഡെവലപ്ഡ്. അങ്ങനെയുള്ളവർ അത് ചെയ്യുമ്പോൾ ബ്രെയിൻ കേടാവും. പക്ഷെ ബ്രെയിൻ വേറൊരു ഗുണമുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. കേടായാലും ശരിയാവും. പക്ഷെ ഇങ്ങനെ വൾണറബിലിറ്റി ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ചിലപ്പോൾ ശരിയായി എന്ന് വരും. സോ വാട്ട് ഈസ് ദി എൻഡ്? they may end up in psychiatric disorders, mental health problems ഉണ്ട്. ചിലപ്പോൾ വളരെ മാരകമായ മാനസിക രോഗമായ സ്കിസോഫ്രീനിയ പോലെയുള്ള, അതായത് ജീവിതത്തിൽ ഒരിക്കലും മാറാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളിലൊന്നാണത്. അത്തരം രോഗങ്ങൾക്ക് അവർ അടിപ്പെട്ടു പോകും.